ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലേക്കുള്ള സയൻറ്റിഫിക് ഓഫീസറിൻ്റെ സിലബസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് ആണ്. ഓക്കെ, സോ നമ്മൾ കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഏതൊക്കെയാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉള്ളത്, അതിൻ്റെ കെമിക്കൽ നേച്ചർ എങ്ങനെയൊക്കെയാണ് നമ്മളത് അനലൈസ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സിലബസിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. ഇവിടെ കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുമ്പോൾ ഒരു ഔട്ട്ലൈൻ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നോക്കിയേ, എന്തൊക്കെയാണ്? പ്ലാസ്മ ഉണ്ട് ബ്ലഡിൽ ആൻഡ് ബ്ലഡ് സെൽസ് ആണ് പിന്നുള്ളത് അല്ലേ. ബ്ലഡ് സെൽസിൽ റെഡ് ബ്ലഡ് സെൽസും ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസും ഉണ്ട്, അതേപോലെ പ്ലേറ്റ്ലെറ്റ്സും ഉണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് വൈറ്റ് ബ്ലഡ് സെൽസ്, ദെൻ റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, സോ ഇതിൽ മെയിനായിട്ട് പറയുമ്പോൾ പ്ലാസ്മയാണ് നമ്മുടെ ബ്ലഡിൻ്റെ 55% ഉള്ളത്. ഓക്കെ, നമ്മളൊരു ബ്ലഡ് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ ബ്ലഡ് എങ്ങനെയാണ് നമ്മൾ അതിലെ കമ്പോണൻസ് എല്ലാം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെൻട്രിഫ്യൂഗേഷൻ അല്ലേ. സെൻട്രിഫ്യൂജിൽ വെച്ചിട്ടാണ് സെൻട്രിഫ്യൂജിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യിക്കും. ആ ടൈം കഴിയുമ്പോൾ ബ്ലഡിൻ്റെ കോൺസ്റ്റൻസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിൽ പ്ലാസ്മ ഉണ്ടാവും, പിന്നെ ബ്ലഡ് സെൽസും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പ്ലാസ്മ, വൈറ്റ് ബ്ലഡ് സെൽസ്, പിന്നെ റെഡ് ബ്ലഡ് സെൽസ് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുക. അപ്പോൾ അതിൽ നമ്മുടെ ബ്ലഡിൽ 55% എന്താണ്? പ്ലാസ്മയാണ്. ഓക്കെ, ദെൻ 1% പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് പെരിഫറൽ ബ്ലഡ് മോണോന്യൂക്ലിയർ സെൽസ് ഉണ്ട്. 45% റെഡ് ബ്ലഡ് സെൽസ് പ്ലസ് പോളിമോർഫോന്യൂക്ലിയർ സെൽസ് ആണ്. ഓക്കെ, പ്ലാസ്മയിൽ എന്താണ്? പ്ലാസ്മയിൽ നോക്കുകയാണെങ്കിൽ വാട്ടർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. പ്ലാസ്മയുടെ 80% എന്ത് തന്നെയാണ്? വാട്ടർ തന്നെയാണ് അതിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, ദെൻ പ്ലാസ്മ പ്രോട്ടീൻസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലാസ്മ പ്രോട്ടീൻസ് PYക്ക് ചോദിച്ചിട്ടുണ്ട്. സോ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസിന് പ്ലാസ്മ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാസ്മയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് പ്രസന്റ് ആണ്. ഇത് സെക്രീറ്റഡ് ബൈ ലിവർ. ഓക്കെ, സോ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, ദെൻ ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്, ഈസിനോഫിൽ, ന്യൂട്രോഫിൽ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. Blood is a liquid connective tissue made up of blood cells and plasma. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലഡ് സെൽസും പ്ലാസ്മയും കൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും ഇവിടെ പറഞ്ഞ വേറൊരു പോയിന്റ് ഉണ്ട്. ഇറ്റ് ഇസ് എ ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇല്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം, ഇറ്റ് ഇസ് ദി ഓൺലി വൺ ടിഷ്യൂ വിച്ച് ഇസ് ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്. ഓക്കെ, ഒരേ ഒരു ടിഷ്യൂ എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഒരേ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. എന്തിലുള്ള? ലിക്വിഡ് ഫോമിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫോമിലുള്ള ഒരേ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദാറ്റ് സർക്കുലേറ്റ് ഇൻസൈഡ് ദ ബ്ലഡ് വെസൽസ് അണ്ടർ ദി പമ്പിംഗ് ആക്ഷൻ ഓഫ് ഹാർട്ട്. ഹാർട്ടാണ് ബ്ലഡിനെ പമ്പ് ചെയ്ത് ഡിഫറെൻറ്റ് ഓർഗൻസിലോട്ട് കൊടുക്കുന്നത് അല്ലേ. ഇത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് റെഡ് കളേർഡ് ബോഡി ഫ്ലൂയിഡ് ആണ്. നമുക്കറിയാം എന്താണ് മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ട്രാൻസ്പോർട്ട് ഗ്യാസസ്. ഏതൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. ഗ്യാസിനെ മാത്രമല്ല, ന്യൂട്രിയൻസ്, ഹോർമോൺസ്, അതർ എസെൻഷ്യൽ കെമിക്കൽ കമ്പോണൻസിനെ എവറി ബോഡി പാർട്സിലോട്ട് അല്ലെങ്കിൽ എവറി ബോഡി സെല്ലിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? അത് ഓക്സിജൻ ആണ്, ബ്ലഡ് ആണ്. ഓക്കെ, സോ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസസ് ഉണ്ട്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് എസെൻഷ്യൽ കെമിക്കൽ കമ്പോണൻസ് ആൻഡ് ഹോർമോൺസ്. ഹോർമോൺസ് എന്താണ്? കെമിക്കൽസ് തന്നെയാണ്, കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോർമോൺസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ബ്ലഡ് ആണ്. ഓക്കെ, ദെൻ മെറ്റബോളിക് വേസ്റ്റ് ഫ്രം എവറി സെൽ ടു എക്സ്ക്രീറ്ററി ഓർഗൻസ്. അപ്പോൾ തിരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ സെല്ലിൽ നിന്നും മെറ്റബോളിക് വേസ്റ്റിനെ അതാത് എക്സ്ക്രീറ്ററി ഓർഗൻസിലോട്ട് എത്തിക്കുന്നതുമാര് തന്നെയാണ്? ബ്ലഡ് സ്ട്രീം തന്നെയാണ്. ഓക്കെ, സോ ഇത് ബ്ലഡിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഫാക്ടറാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ബ്ലഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ 7%, ഒരു പേഴ്സൻ്റെ ബോഡി വെയ്റ്റിൻ്റെ 7% അല്ലെങ്കിൽ 8 to 10% മാക്സിമം എത്രയാണ്? അത്രയും എന്താണ്? ബ്ലഡ് ആണ്. ഓക്കെ, ഒരാളുടെ ബോഡി വെയിറ്റ് ഒരു 70 kg ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 7% എടുക്കുക, അത്രയും എന്താണ്? ബ്ലഡ് ആയിരിക്കും. ഓക്കെ, ഇൻ ജനറൽ ആൻ ആവറേജ് ഹ്യൂമൻ അബൌട്ട് 70 kg ആണെങ്കിൽ കണ്ടെയ്ൻസ് 5.5 liters ഓഫ് ബ്ലഡ്. ഓക്കെ, 5.5 liters ഓഫ് ബ്ലഡ് ഒരു ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവും. ഓക്കെ, ദെൻ ദ ബ്ലഡ് ഈസ് സ്ലൈറ്റ്ലി ബേസിക് എന്ന് പറയുമ്പോൾ pH എത്രയായിരിക്കും? 7.35 to 7.45. പൊതുവെ എക്സാമിന് 7.4 എന്നൊരു ഓപ്ഷനാണ് കണ്ടിരിക്കുന്നത് മിക്ക എക്സാംസിനും. ഓക്കെ, PSCയുടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 7.4 ആണ്. അപ്പോൾ ബ്ലഡിന്റെ pH 7.4 ആണ്. സ്ലൈറ്റ്ലി ആൽക്കലൈൻ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബേസിക്. ഓക്കെ, എന്താണ് ആൽക്കലൈനും ബേസിക്കും തമ്മിലുള്ള ഡിഫറൻസ്? വാട്ടറിൽ ഡിസോൾവ് ആവുന്ന ബേസസ് ആണ് ആൽക്കലീസ്. ഓക്കെ, അതും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ രണ്ടും പറയാം, ബ്ലഡ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ എന്നും പറയാം, സ്ലൈറ്റ്ലി ബേസിക് ആണെന്നും പറയാൻ പറ്റും. ഓക്കെ,
Then human blood temperature is slightly higher than the normal body temperature of 37 degrees Celsius but rarely exceed 38 degrees Celsius in normal condition. Okay, 37 to 38 വരെ ടെമ്പറേച്ചർ പോവാറുണ്ട്. നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് ബ്ലഡ്. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, ഓക്കെ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ബ്ലഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്ലഡ് സെൽസ്, ഓൾസോ കോൾഡ്, എന്താണ് ബ്ലഡ് സെൽസിനെ നമ്മൾ വിളിക്കുന്നത്? ഹെമറ്റോസൈറ്റ്സ് അല്ലെങ്കിൽ ഹെമറ്റോപോയറ്റിക് സെൽസ്. ഓക്കെ, അപ്പോൾ ബ്ലഡിൽ ബ്ലഡ് സെൽസും ഉണ്ട്, അതായത് ഹെമറ്റോസൈറ്റ്സും ഉണ്ട്, അത് കൂടാതെ പ്ലാസ്മയും ബ്ലഡിൽ പ്രസന്റ് ആണ്. അപ്പോൾ ബ്ലഡ് സെൽസിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെമറ്റോസൈറ്റ്സ്. ഓക്കെ, these are the cellular components of blood covering about 45 to 46% of total blood. 45 to 46% എന്ത് തന്നെയാണ്? ബ്ലഡ് സെൽസ് ആണ്. അപ്പോൾ 4 ടൈപ്സ് ആണ് മെയിൻലി ഉള്ളത്. ഒന്ന് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. പിന്നെ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആക്ച്വലി 4 അല്ല, 3 ടൈപ്സ്. ഓക്കെ, 3 ടൈപ്സ്. ദെൻ റെഡ് ബ്ലഡ് സെൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ RBC റെഡ് ബ്ലഡ് സെൽസ് എന്നും പറയും, റെഡ് ബ്ലഡ് കോർപ്പസൽസ് എന്നും പറയും, RBC. ഓക്കെ, RBCനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാം. റെഡ് ബ്ലഡ് സെൽസ് ആർ ഓൾസോ കോൾഡ് എറിത്രോസൈറ്റ്സ്. ഇത് PYQ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. എറിത്രോസൈറ്റ്സ് ഓർ RBCs ആർ എന്ത് കളറാണ്? റെഡ് കളേർഡ് ബൈ കോൺകേവ് സെൽസ്. ദേ ലാക്സ് എന്താണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ബൈ കോൺകേവ് ഷേപ്പുള്ള സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? RBC, റെഡ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കോർപ്പസൽ എന്ന് പറയുക. ഓക്കെ, സോ ഇവർക്ക് ന്യൂക്ലിയസ് ഇല്ല എന്ന് പറഞ്ഞു, പക്ഷേ ക്യാമൽ ആൻഡ് ലാമ, ഓക്കെ, സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ളതാണ്. ക്യാമലിന്റെയും ലാമയുടെയും സെല്ലിൽ എന്തുണ്ട്? അതായത് RBCയിൽ ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അപ്പൊ എക്സെപ്റ്റ് ക്യാമൽ ആൻഡ് ലാമ എന്ന് പഠിച്ചിരിക്കുക. ആൻഡ് ദേ ആർ മോസ്റ്റ് അബണ്ടന്റ് സെൽസ് കവറിംഗ് അബൌട്ട് 99% ഓഫ് ടോട്ടൽ ബ്ലഡ് സെൽസ്. ടോട്ടൽ ബ്ലഡ് സെൽസ് എടുക്കുകയാണെങ്കിൽ അതിൽ 1% അതിൽ കുറവ് മാത്രമേ ബാക്കിയുള്ള വൈറ്റ് ബ്ലഡ് സെല്ലും പ്ലേറ്റ്ലെറ്റും വരുന്നുള്ളൂ. 99% ഏത് തന്നെയാണ്? RBC തന്നെയാണ്. സ്ട്രക്ചറലി എന്താണ്? ഡിസ്ക് ഷേപ്പ് അല്ലെങ്കിൽ ബൈ കോൺകേവ് ഷേപ്പ് ആണ്. ഓക്കെ, ദേ ഹാവ് ആൻ ആവറേജ് ലൈഫ് സ്പാൻ, ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, 120 days ആണ് ഒരു RBCന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ഹയസ്റ്റ് ലൈഫ് സ്പാൻ ഉള്ള ബ്ലഡ് സെൽ ഏതാന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? RBC തന്നെയാണ്. 120 days ബോൺ മാരോയിൽ നിന്ന് ഫോം ചെയ്ത് 120 days കഴിഞ്ഞാൽ ഇത് വീണ്ടും ഡിസ്ട്രക്ഷൻ ഇതിന് സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, they are comparatively more numerous in males. മെയിൽസിൽ ഏകദേശം ഒരു 42 to 54% ടോട്ടൽ ബ്ലഡിൽ RBC ഉണ്ടാവും. ഈ ഒരു പെർസെൻറ്റേജ് പഠിച്ചില്ലെങ്കിലും മോർ ഇൻ മെയിൽസ് എന്ന് പഠിച്ചിരിക്കുക. ആൻഡ് ഫീമെയിൽസിലാണെങ്കിൽ 37 to 47% ഓഫ് ടോട്ടൽ ബ്ലഡ് വോളിയത്തിലാണ് ഉള്ളത് ഏത്? RBC. ഓക്കെ, ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് RBCs ആർ എന്തൊക്കെയാണ്? ഹീമോഗ്ലോബിൻ ആൻഡ് ആന്റിജനിക് ഗ്ലൈക്കോപ്രോട്ടീൻസ്. ആന്റിജനിക് ഗ്ലൈക്കോപ്രോട്ടീൻസ് എന്ന് വെച്ചാൽ ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ബ്ലഡിൽ ഏത് ആന്റിജൻ ആണോ പ്രസന്റ് ആയിരിക്കണേ അങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത്, അല്ലെ? ആന്റിജൻ A ആണെങ്കിൽ A ബ്ലഡ് ഗ്രൂപ്പ്, ആന്റിജൻ B ആണെങ്കിൽ B, Aയും Bയും പ്രസന്റ് ആണെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പ്, അങ്ങനെയാണ് നമ്മൾ പറയുക. ആന്റിജൻ ഇല്ലെങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പ് O, അങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പൊ സോ RBCയിൽ എന്തൊക്കെയുണ്ട്? ഹീമോഗ്ലോബിനും ഉണ്ട്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ കാരിയർ ആണ്, അല്ലെ? ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. സോ ഓക്സി ഹീമോഗ്ലോബിൻ നമ്മുടെ ഡിഫറെൻറ്റ് ടിഷ്യൂസിൽ എത്തുന്നു, ടിഷ്യൂസിന് ഓക്സിജനെ കിട്ടുന്നു. ഡിഫ്യൂഷൻ വഴി ഓക്സിജൻ ടിഷ്യൂസിൽ പോകുന്നു. ടിഷ്യൂസിൽ നിന്നുള്ള ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും ഹീമോഗ്ലോബിനിൽ വരുന്നു. അങ്ങനെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ക്യാരി ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സോ ഇവിടെ ഹീമോഗ്ലോബിനും ഉണ്ട് ആൻഡ് ആന്റിജനിക് ഗ്ലൈക്കോപ്രോട്ടീൻസും ഉണ്ട്. ഓക്കെ, ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ആയിട്ടുള്ള ആന്റിജനിക് ഗ്ലൈക്കോപ്രോട്ടീൻസും ഉണ്ട്. ഇനി ഹീമോഗ്ലോബിൻ ഈസ് ആൻ അയൺ റിച്ച് പ്രോട്ടീൻ ദാറ്റ് ഹെൽപ്പ് ടു ക്യാരി ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസസ്. Then these proteins are packed inside RBC's cytoplasm and cover about 95% of the dry weight of each RBC. RBCയുടെ ഒരു ഡ്രൈ വെയിറ്റിന്റെ ഒരു 95%ഉം ഈ പ്രോട്ടീൻസ് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ പ്ലാസ്മ മെംബ്രെയിൻ. ഇവിടെ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നുണ്ട് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്. ഏതാണ് കൂടുതൽ? റെഡ് ബ്ലഡ് സെൽസ് തന്നെയാണ് കൂടുതൽ, അല്ലേ? ദെൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് RBC കണ്ടെയ്ൻസ് ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ RBCയുടെ പ്ലാസ്മ, ഇത് RBC ആണെങ്കിൽ RBCയുടെ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിൽ എന്തുണ്ടാവും? ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ആർ യൂസ്ഡ് ടു ക്ലാസിഫൈ ദ ബ്ലഡ് ഇൻ ടു വേരിയസ് ഗ്രൂപ്പ്സ്. ഓക്കെ, ദ മേജർ ആന്റിജൻസ് കൺസേൺ ഏതൊക്കെയാണ്? A ആന്റിജൻ, B ആന്റിജൻ, O ആന്റിജൻ ആൻഡ് റീസസ് ആന്റിജൻ.
ഓക്കെ, എ ആൻറ്റിജൻ, ബി ആൻറ്റിജൻ, ഒ ആൻറ്റിജൻ ആൻഡ് റീസസ്. റീസസ് ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുന്നതാണ് റീസസ് ആൻറ്റിജൻ. അതായത് ഫസ്റ്റ് ഈ RH factor discovered in rhesus monkeys. അതുകൊണ്ടാണ് ഇതിന് RH ഫാക്ടർ എന്ന പേര് വന്നിരിക്കുന്നത്. RH ഫാക്ടർ പ്രസന്റ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്, RH ഫാക്ടർ ഇല്ലെങ്കിൽ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, ദെൻ ദ മേജർ ഫംഗ്ഷൻ ഓഫ് RBCs എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാസസ് തന്നെയാണ് RBCയുടെ ഫംഗ്ഷൻ. ഓക്കെ, ഹോൾ ബ്ലഡിന്റെ അല്ല RBCയുടെ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസ്. ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നോക്കുക, ബോൺ മാരോയിൽ നിന്നാണ് മിക്ക ബ്ലഡ് സെൽസും ഫോം ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റ്സ്, വൈറ്റ് ബ്ലഡ് സെൽസ്, RBC ഇത് മൂന്നും ഫോം ചെയ്യുന്നത് ബോൺ മാരോയിൽ നിന്നാണ്. ആവശ്യാനുസരണം WBC നമ്മുടെ ലിംഫ് നോഡിൽ നിന്നും അതുപോലെ ലിവറിൽ നിന്നെല്ലാം ഫോം ചെയ്ത് വരാറുണ്ട് ആവശ്യാനുസരണം. കാരണം അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വലിയൊരു റോൾ ചെയ്യുന്ന ഒരു സെല്ലാണ് WBCs എന്ന് പറയുമ്പോൾ. അപ്പോൾ അവരുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ ഉണ്ടാവും, പക്ഷെ ബോൺ മാരോയിലും ഉണ്ട് എന്ന് ഓർക്കുക. മിക്കവാറും എല്ലാ ബ്ലഡ് സെൽസും ബോൺ മാരോയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ. നമ്മുടെ ബോൺ മാരോയിൽ എന്തുണ്ട്? എല്ലാ സെല്ലുകളുടെയും സ്റ്റെം സെൽസ് ഉണ്ട്. ഓക്കെ, സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ഡിഫറൻഷിയേറ്റ് ഇൻ ടു എനി സെൽ, അങ്ങനെയാണ്. സോ ഇവിടെ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ബ്ലഡ് സെൽസ്. ഓക്കെ, സോ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ല് രണ്ട് തരത്തിലാണ്, മയലോയിഡ് പ്രോജനിറ്റർ സെൽ ആൻഡ് ലിംഫോയിഡ് പ്രോജനിറ്റർ സെൽ. മയലോയിഡും ലിംഫോയിഡും. മയലോയിഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? മെഗാ കാരിയോസൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളെ തന്നെയാണ്. ദെൻ മയലോയിഡ് എന്ന് പറയുമ്പോൾ ഈസിനോഫിൽ, ബേസോഫിൽ, എറിത്രോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ RBC, ദെൻ മോണോസൈറ്റ്, ന്യൂട്രോഫിൽ. ഇതെല്ലാം എന്താണ്? WBCs ആണ്. ഇത് WBC ആണ്. ഈസിനോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ ഇതെല്ലാം WBCs ആണ്. ഈ മോണോസൈറ്റിന്റെ രണ്ട് പോർഷൻ ആണ് ഡെൻഡ്രിറ്റിക് സെല്ലും മാക്രോഫേജും. ഇത് ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് തന്നെയാണ്. ഡെൻഡ്രിറ്റിക് സെൽസ് ആൻഡ് മാക്രോഫേജസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന സെല്ലാണ്. അതൊക്കെ നമ്മൾ ഇനി നെക്സ്റ്റ് സ്ലൈഡ്സിൽ പഠിക്കും. ഓക്കെ, ദെൻ ലിംഫോയിഡ് പ്രോജനിറ്റർ സെൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അത് T സെൽ, B സെൽ, NK സെൽ ആൻഡ് ഈ B സെൽ തന്നെയാണ് പ്ലാസ്മ സെൽ എന്ന് അറിയപ്പെടുന്നതും. ക്ലിയർ? അപ്പോൾ T സെല്ലും B സെല്ലും ലിംഫോസൈറ്റ്സ് ആണ്, അതും എന്താണ്? WBC ആണ്. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് ഏകദേശം ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ബ്ലഡ് സെല്ലിന്റെ ഫോർമേഷൻ. ഓക്കെ, സോ വൈറ്റ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ് നമ്മൾ പറഞ്ഞു. ഇനി വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് WBCs, ഓൾസോ കോൾഡ് എന്താണ്? ല്യൂക്കോസൈറ്റ്സ് ഓർ WBCs ഓർ പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ്. എപ്പോഴും ഇത് ചോദിക്കാറുണ്ട്. പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ് എന്നറിയപ്പെടുന്ന ഏതാണ്? WBCs ആണ്. ഓക്കെ, ദേ ആർ കളർലെസ് ന്യൂക്ലിയേറ്റഡ് ഡിഫെൻസീവ് ബ്ലഡ് സെൽസ്. അപ്പോൾ ഇതിൽ തന്നെ 3 പോയിന്റ് ഉണ്ട്. നമ്മുടെ RBC പോലെ ഇത് റെഡ് കളർ ഒന്നുമില്ല, കളർലെസ് ആണ്. RBCക്ക് ന്യൂക്ലിയസ് ഇല്ല, പക്ഷെ WBCക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ദെൻ ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് RBCയുടെ ട്രാൻസ്പോർട്ട് ആയിരുന്നു ഗ്യാസസിന്റെ. ഇവരുടെ ഡിഫെൻസീവ് ബ്ലഡ് സെൽസ് ആണ് WBCs എന്ന് പറയുമ്പോൾ. ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ റോള് പ്ലേ ചെയ്യുന്ന ആൾക്കാരാണ് ഈ WBCs. ഓക്കെ, ദേ ആർ ദി ലാർജസ്റ്റ് ബ്ലഡ് സെൽ ബട്ട് ദി ലീസ്റ്റ് ഇൻ നമ്പർ. ഓക്കെ, ലാർജസ്റ്റ് ആണ് പക്ഷെ ലീസ്റ്റ് ഇൻ നമ്പർ. ഓൺ ആവറേജ് ഓൺലി അബൌട്ട് 4000 to 11,000 WBCs per cubic microliter of blood. ഓക്കെ, cubic microliter of blood. Then WBCs are polymorphic cells. Polymorphic എന്ന് പറഞ്ഞാൽ എന്താണ്? RBC പോലെ ഇവര് ഒരേ ഷേപ്പ് ആയിരിക്കില്ല, ഡിഫറെന്റ് സൈസും ആയിരിക്കും. അതുകൊണ്ടാണ് ഇവർ എന്തെന്ന് വിളിച്ചത്? പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ് എന്ന് വിളിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞു പോളിമോർഫിക് സെൽസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RBC ഹാവ് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്. Okay, then WBCs are immune cells and their major function is to provide defense or immunity to the body. നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഡിഫൻസ് ഫംഗ്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് WBCs. WBCs of various types. Broader sense, they can be categorized into groups, granulocytes and agranulocytes. എന്ന് വെച്ചാൽ നമ്മൾ സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ് പ്രസന്റ് ആണെങ്കിൽ അവരെ നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കും. സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞാൽ അവരുടെ ന്യൂക്ലിയസ് പ്ലാസ്മിക് ഗ്രാന്യൂൾസ് പ്രസന്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയും. അതേസമയം സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ് ഇല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? അഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയും. ഓക്കെ, ദെൻ ഗ്രാനുലോസൈറ്റ്സ് ഏതൊക്കെയായിരിക്കും? ഇവിടെ ഹെഡിങ് ഉണ്ട്. ഈസിനോഫിൽസ്,
ബേസോഫിൽസ് ആൻഡ് ന്യൂട്രോഫിൽസ്. ഇവരിലെല്ലാം എന്തുണ്ട്? ഗ്രാന്യൂൾസ് ഉണ്ട്, സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ന്യൂക്ലിയസ് കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും, കാരണം ഗ്രാന്യൂൾസ് ഉണ്ടല്ലോ, അങ്ങനെ ഓർത്താൽ മതി. ഓൾസോ കോൾഡ് പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ് ആർ എ ഗ്രൂപ്പ് ഓഫ് WBCs ക്യാരക്ടറൈസ്ഡ് ബൈ മൾട്ടിലോബ്ഡ് ന്യൂക്ലിയൈ ആൻഡ് സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ്. നമ്മൾ പറഞ്ഞതുപോലെ സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ് ആൻഡ് മൾട്ടിലോബ്ഡ് ന്യൂക്ലിയൈ. ന്യൂക്ലിയസ് നമ്മൾ നേരത്തെ വരച്ച പോലെ ഇങ്ങനെ ഒരു ലോബായിരിക്കില്ല, ഇങ്ങനെ മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ് ആയിട്ട് പ്രസന്റ് ആയിരിക്കും. ഇതിലുള്ള ഗ്രാനുലോസൈറ്റ്സിലുള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മൾട്ടി ലോബ്ഡ് ആയിരിക്കും. ഓക്കെ, 3 ടൈപ്സ് പറഞ്ഞു. ഒന്നാമത് ഈസ്നോഫിൽസ്. അപ്പൊ ഈസ്നോഫിൽസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സർക്കുലർ ഗ്രാനുലോസൈറ്റ്സ് വിത്ത് ബൈലോബ്ഡ് ന്യൂക്ലിയൈ, റഫ്ലി ഈക്വൽ സൈസ് ആയിരിക്കും. ബൈലോബ്ഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ, അതായത് ഒരു ലോബ് ഇങ്ങനെയാണെങ്കിൽ ആ ഈക്വൽ സൈസ് തന്നെ അടുത്ത ലോബും ഉണ്ടാവും. ഓക്കെ, ദെൻ ഗ്രാന്യൂൾസ്. ഓക്കെ, ദെൻ which take up the acidic red eye appear red or pink. അപ്പോൾ അവർ acidic red dye ചെയ്യുവാണെങ്കിൽ റെഡ് കളർ ഓർ പിങ്ക് കളർ ആയിട്ട് മാറുന്നതാണ് ഏത്? ഈസിനോഫിൽസ് എന്ന് പറയുമ്പോൾ. ദേ ആർ പ്രസന്റ് ഇൻ ലോ നമ്പേഴ്സ്, വളരെ കുറച്ചേ ഉള്ളൂ. 1 to 6% ഓഫ് ടോട്ടൽ. WBC തന്നെ കുറവാണ്, അതിൽ 1 to 6% ചെയ്തുള്ളൂ ഈസിനോഫിൽസ് ഉള്ളൂ. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ ഇൻഡ്യൂസ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇൻഫ്ലമേഷൻ കോസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള WBC ഒരാളാണ് ആര്? ഈസിനോഫിൽസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ പാരസിറ്റിക് ഇൻഫെക്ഷൻസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഇൻഫ്ലമേഷൻ കോസ് ചെയ്യുന്നു ആര്? ഈസിനോഫിൽസ്. ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ്. ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നത് ബേസോഫിൽസ് ആണ്. ഓക്കെ, സോ ബേസോഫിൽസും എന്താണ്? സർക്കുലർ ഗ്രാനുലോസൈറ്റ്സ് ആണ്, ബൈലോബ്ഡ് ന്യൂക്ലിയൈ ആണ്. പക്ഷേ ന്യൂക്ലിയസ് എങ്ങനെയാണ്? നേരത്തെ നമ്മുടെ ഈസിനോഫിൽസിന് ഈക്വൽ സൈസ് ആയിരുന്നു, ഇവിടെ എങ്ങനെയാണ്? ഡിസ്റ്റിങ്ക്ട്ലി ഡിഫറെന്റ് സൈസുള്ള ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരെണ്ണം ചെറുതാണെങ്കിൽ ഒരെണ്ണം വലുതായിരിക്കും, ഡിഫറെന്റ് സൈസുള്ള ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഗ്രാനുലോസൈറ്റ്സ് ആണ് വിച്ച് സ്റ്റെയിൻ ബ്ലൂ ഓർ ബ്ലൂയിഷ് പർപ്പിൾ കളർ ആണ് സ്റ്റെയിൻ ആവുക. ഓക്കെ, നമ്മൾ സ്റ്റെയിൻ യൂസ് ചെയ്യുന്ന സമയത്ത് ബേസിക് മിഥിലിൻ ബ്ലൂ ഡൈ ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക. ബേസിക് മിഥിലിൻ ബ്ലൂ ഡൈ യൂസ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ബ്ലൂയിഷ് പേർപ്പിൾ ആയിട്ട് കളറാവും. ഓക്കെ, അവരാണ് ഏറ്റവും കുറവുള്ള. ബേസോഫിൽസ് ആണ് ഏറ്റവും ലീസ്റ്റ് അബണ്ടന്റ്. എപ്പോഴും ചോദിക്കാറുണ്ട്, 1% ഉള്ളൂ. ഈസ്നോഫിൽസ് കുറവാണ് നമ്മൾ പറഞ്ഞു, പക്ഷെ അതിനേക്കാളും കുറവാണ് ബേസോഫിൽസ്. മേജർ റോൾ എന്താണ്? ഇൻഫ്ലമേഷൻ ആൻഡ് അലർജിക് റിയാക്ഷൻസ് തന്നെയാണ്. മേജർ റോൾ എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജിക് റിയാക്ഷൻസ്, മെയിൻലി ഡിസ്ട്രക്ഷൻ ഓഫ് അലർജൻസ്. അലർജൻസ് ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസോഫിൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ് പഠിക്കുന്നത്. പൊതുവേ നമ്മൾ അലർജിക് റിയാക്ഷന് വരുന്നത് ഈസിനോഫിൽസ് ആണെന്നാണ് പഠിക്കുക. ബേസോഫിൽസിന്റെ ഒരു പ്രത്യേകതയായിട്ട് പഠിക്കേണ്ടത് ലീസ്റ്റ് ഇൻ നമ്പർ. ലീസ്റ്റ് ഇൻ നമ്പർ. ഓക്കെ, ദെൻ ന്യൂട്രോഫിൽസ് എന്ന് പറയുമ്പോൾ സ്മോൾ ആൻഡ് മോസ്റ്റ് അബണ്ടന്റ് WBC. അടുത്ത പോയിന്റ്. ഓക്കെ, അപ്പൊ ഇത് ഏറ്റവും ലീസ്റ്റ് ഇൻ നമ്പർ ആയിരുന്നു, ഇത് മോസ്റ്റ് അബണ്ടന്റ് ന്യൂട്രോഫിൽ. ഓക്കെ, ദെൻ മൾട്ടിലോബ്ഡ് ന്യൂക്ലിയൈ ആണ്, അപ് ടു 6 ലോബ്സ്. എന്നാലോചിച്ച് നോക്കുക, ഇതിന്റെ 6 ലോബ് 1 2 3 4 5 6 ഇങ്ങനെ 6 ലോബ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയൈ ആയിരിക്കും ഏതിനുണ്ടാവുക? ന്യൂട്രോഫിൽസിന് ഉണ്ടാവുക. ദെൻ ഗ്രാനുലോസൈറ്റ് ആണ്. ഓക്കെ, വിച്ച് ടേക്ക് അപ്പ് ബോത്ത് ദി അസിഡിക് ആൻഡ് ബേസിക് ഡൈ. രണ്ട് ഡൈ ഇത് എടുക്കാറുണ്ട് ആൻഡ് പർപ്പിൾ കളർ ആയിട്ടാണ് മാറുക. ഇതാണെങ്കിൽ ബേസിക് ഡൈ ആയിരുന്നു, നേരത്തെ ഉള്ളത് അസിഡിക് ഡൈ ആയിരുന്നു. ഓക്കെ, ഇതാണെങ്കിൽ അസിഡിക്കും ബേസിക്കും ഡൈ യൂസ് ചെയ്തിട്ട് പർപ്പിൾ കളർ ആയിട്ടാണ് സ്റ്റെയിൻഡ് ആവുക. ഓക്കെ, ദേ ആർ മോസ്റ്റ് അബണ്ടന്റ് കവറിംഗ് അബൌട്ട് 40 to 75% of total WBCs are easy to notice due to their multi-lobed nuclei. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ, കാരണം മൾട്ടി ലോബ് ഉണ്ട് ന്യൂക്ലിയസിന്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഏതാണ് ന്യൂട്രോഫിൽ എന്ന് കണ്ടുപിടിക്കാനും പറ്റും. ന്യൂട്രോഫിലാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മളൊരു ബ്ലഡ് സ്റ്റെയിൻ എടുത്ത് മൈക്രോസ്കോപ്പിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പമാണ്, കാരണം മൾട്ടി ലോബ് ആയിട്ടുള്ള ന്യൂക്ലിയസ് പ്രസന്റ്. Their primary function is to provide എന്താണ്? ഡിഫൻസ് അഗെയിൻസ്റ്റ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് ഡിഫൻസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂട്രോഫിൽസിന്റെ ഫംഗ്ഷൻ. ദെൻ എഗ്രാനുലോസൈറ്റ്സിന് എന്തുണ്ടാവില്ല? സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ് ഉണ്ടാവില്ല. അപ്പോൾ മെയിൻലി ഏതൊക്കെയാണ്? മോണോസൈറ്റ്സ് ആൻഡ് ലിംഫോസൈറ്റ്സ്. മോണോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ടൈപ്സ് ഓഫ് WBC, സിംഗിൾ റൗണ്ട് ആൻഡ് വെരി ലാർജ് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാർജ് ന്യൂക്ലിയസ് ആയിരിക്കും. ഇതിന്റെ മെജോറിറ്റി പ്ലേസും അറ്റൈൻ ചെയ്യുന്ന ആരാണ്? ഓക്യുപ്പൈ ചെയ്യുന്ന ആരാണ്? അവരുടെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അതായത് 2 to 10% ഓഫ് ടോട്ടൽ WBCയിൽ നമുക്ക് മോണോസൈറ്റിനെ കാണാൻ പറ്റും. ദെൻ എഗെയിൻ മോണോസൈറ്റ്സ് നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഫാഗോസൈറ്റ്സ് ആൻഡ് മാക്രോഫേജസ്. അതായത് മോട്ടൈൽ ആയിട്ടുള്ള മോണോസൈറ്റ്സ് ആണെങ്കിൽ ഫാഗോസൈറ്റ്സ്, അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന ഫോറിൻ ബോഡിയെ
എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കുന്ന പ്രോസസ്സാണ് ഏത്? ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോറിൻ ബോഡിനെ എൻഗൾഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്താണ്? മോട്ടൈലാണ്. മോട്ടൈൽ ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്തെന്ന് പറയും? ഫാഗോസൈറ്റ്സ് എന്ന് പറയും. ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നത് കൊണ്ട് ഫാഗോസൈറ്റ്സ്. ദെൻ നോൺ മോട്ടൈൽ ആയിട്ടുള്ള മോണോസൈറ്റ്സും ഉണ്ട്. അതേതാണ്? മാക്രോഫേജസ്. ശരിക്കും ഡിഫൻസ് ഫംഗ്ഷൻ തന്നെയാണുള്ളത്. Then they are very important for defense against microbial infections, regulation of inflammation. Inflammation regulate ചെയ്യാണ്, അല്ലാതെ inflammation cause ചെയ്യല്ല, regulate ചെയ്യാണ്. And activation of T lymphocytes. ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കണം. Against infection, regulation of inflammation and activation of T lymphocyte. T lymphocytes-നെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അത്രയും ഫങ്ഷൻസ് ആണ് മോണോസൈറ്റ്സിനുള്ളത്. നെക്സ്റ്റ് ലിംഫോസൈറ്റ്സ് ആണ്. ലിംഫോസൈറ്റ്സ് സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് ആണ്. സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് ടൈപ്പാണ് ലിംഫോസൈറ്റ്സ്. ഫസ്റ്റ് ഏതായിരുന്നു? ന്യൂട്രോഫിൽസ് ആയിരുന്നു. ഓക്കെ, സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ്. ഏറ്റവും ലാർജസ്റ്റ് സൈസ് ഏതിനാണ്? അത് ലാർജ് സിംഗിൾ ന്യൂക്ലിയസ് ഉണ്ട്, ലാക്കിംഗ് ഗ്രാന്യൂൾസ്. അപ്പോൾ ലാർജസ്റ്റ് സൈസ് ഉള്ളത് നമ്മുടെ മോണോസൈറ്റ്സിലാണ്. ലാർജസ്റ്റ് ടൈപ്സ് ഓഫ് WBCs ആണ്. അപ്പോൾ ഇതിന്റെ പോയിന്റ്. ഓക്കെ, മോണോസൈറ്റ്സിന്റെ പോയിന്റ് ആണ്. നെക്സ്റ്റ് ലിംഫോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് ആണ്. ന്യൂട്രോഫിൽ കഴിയുമ്പോൾ അടുത്ത ലിംഫോസൈറ്റ്സ് ആണ്. ദെൻ കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ് ഇതിനുള്ളത്. ലാർജ് ന്യൂക്ലിയസ് തന്നെ ആയിരിക്കും. കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ്, ഒരു പിയർ ഷേപ്പ് ന്യൂക്ലിയസ് ആണ് ഇതിന് ഉള്ളത്. ഓക്കെ, ഒക്യുപ്പൈ 20 to 50% ഓഫ് ടോട്ടൽ WBC ആൻഡ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു ഏതൊക്കെയാണ്? B lymphocytes and T lymphocytes. ഓക്കെ, T ആൻഡ് B. ടീനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആരാണ്? ഇവിടെ നമ്മൾ പറഞ്ഞു മോണോസൈറ്റ്സ്. സോ T and B lymphocytes. Lymphocytes keep the memory of infection and antigens and produce specific antibodies to fight against infection. Okay, major function WBCs എല്ലാം തന്നെ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, the major function, okay, providing immunity to defend the body against infections, regulate inflammatory response. Okay, so next blood cell എന്ന് പറയുന്നത് platelets ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എറിത്രോസൈറ്റ്സ് RBC നോക്കി, ല്യൂക്കോസൈറ്റ്സ് WBC. പ്ലേറ്റ്ലെറ്റ്സ് ആർ ഓൾസോ കോൾഡ് എന്താണ്? ത്രോംബോസൈറ്റ്സ്. ഒരുപാട് പ്രശ്നം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദേ ആർ ടൈനി എന്യൂക്ലിയേറ്റഡ്. അപ്പോൾ RBC പോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സിനും എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. റെഗുലേറ്റിംഗ് ഹീമോസ്റ്റാസിസ്. Okay, so they are very small disc-shaped blood cells measuring about എത്രയാണ്? 2 to 4 മൈക്രോമീറ്റർ മാത്രമേ ഡയമീറ്റർ ഉള്ളൂ. വളരെ സ്മോൾ ആണ്. വളരെ നമ്മൾ ബ്ലഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ RBCയും കാണാൻ പറ്റും, അതേപോലെ ബൈലോബ്ഡ് ന്യൂക്ലിയസ് ഉള്ള WBCയും കാണാൻ പറ്റും. പ്ലേറ്റ്ലെറ്റ്സ് നമുക്കിങ്ങനെ ജസ്റ്റ് ഡോട്ട്സ് പോലെ കാണാൻ പറ്റുള്ളൂ, വളരെ ചെറുതാണ്. ഓക്കെ, ദേ ഹാവ് ആവറേജ് ലൈഫ് സ്പാൻ എത്രയാണ്? 8 to 11 days ആണ്. നമ്മുടെ ത്രോംബോസൈറ്റ്സിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 2 lakhs to 5 lakhs ആണ്. ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഓക്കെ, 2 lakhs to 5 lakhs പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവാറുണ്ട്. ദ കൗണ്ട് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് റെഡ്യൂസ്ഡ് ഇൻ ഡെങ്കു ഫീവർ. ഓർത്തിരിക്കുക, ഡെങ്കു ഫീവർ വരുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിൽ കുറഞ്ഞു പോകുന്നത് ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ് കുറഞ്ഞു പോവുക. ഓക്കെ, ദെൻ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹീമോസ്റ്റാസിസ്. എന്ന് വെച്ചാൽ എന്താ? ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ബ്ലഡ് സെൽ എന്ന് പറയുന്നത് ത്രോംബോസൈറ്റ് ആണ്. അതായത് നമ്മുടെ ബ്ലഡ് സെല്ലിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ K ആണ്. ആവശ്യമായിട്ടുള്ള ബ്ലഡ് സെൽ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ ത്രോംബോസൈറ്റ്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് ബ്ലഡ് പ്ലാസ്മ പഠിക്കും. പ്ലാസ്മ പ്രോട്ടീൻ റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജനുമായിട്ട് ആക്ട് ചെയ്തിട്ട് അവരൊരു മെഷ് ലൈക്ക് നെറ്റ്വർക്ക് പോലെ ഒരു സംഭവം ഉണ്ടാവുന്നു. ഇതിൻ്റെ അകത്ത് പ്ലേറ്റ്ലെറ്റ്സ് കുടുങ്ങി നിന്നിട്ടാണ് നമുക്ക് ബ്ലഡ് ലോസ് ആവാതെ ക്ലോട്ട് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ മെറ്റൽ കാൽഷ്യം ആണ്. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റും പഠിച്ചിരിക്കുക. വൈറ്റമിൻ K, ദെൻ സെൽ, ത്രോംബോസൈറ്റ്സ്, പ്ലാസ്മ പ്രോട്ടീൻ, ഫൈബ്രിനോജൻ, മെറ്റൽ, കാൽഷ്യം. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റൽ, കാൽഷ്യം. ഓക്കെ, സോ നമ്മൾ ബ്ലഡ് സെൽസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ബ്ലഡ് പ്ലാസ്മ. ഓക്കെ, പ്ലാസ്മ ഈസ് ദി ഫ്ലൂയിഡ് കമ്പോണന്റ് ഓഫ് ബ്ലഡ്. ബ്ലഡിലെ ഫ്ലൂയിഡ് കമ്പോണന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു 54 to 55% ഓഫ് ടോട്ടൽ ബ്ലഡിൽ എന്താണ്? പ്ലാസ്മയാണ് ഉള്ളത്. ഓക്കെ, യെല്ലോ കളേർഡ് ഫ്ലൂയിഡ് ആണ്. മെയിൻലി എന്തൊക്കെയുണ്ട്? ന്യൂട്രിയൻസ്, ഹോർമോൺസ്, ഗ്യാസസ്, അങ്ങനെ നമ്മൾ നേരത്തെ കോമ്പോസിഷൻ പറഞ്ഞതാണ്. സോ പ്ലാസ്മ വിത്തൗട്ട് ദി ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് ആർ കോൾഡ് സീറം. ഓക്കെ, സെറം എന്ന് അറിയപ്പെടുന്നത് പ്ലാസ്മ. ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ലാത്ത പ്ലാസ്മയെ നമ്മൾ സെറം അല്ലെങ്കിൽ സീറം എന്ന് പറയും. ഓക്കെ, ദ കമ്പോണൻസ് ഓഫ് ഹ്യൂമൻ ബ്ലഡ് പ്ലാസ്മ എന്തൊക്കെയാണ്? വാട്ടർ ഉണ്ട്, ഞാൻ പറഞ്ഞു 90 to 80% ആണ് മെയിൻലി പറയണത്. നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ 90 to 92% വരെ നമുക്ക് പറയാം പ്ലാസ്മയിലെ പ്ലാസ്മയിലെ വാട്ടറിന്റെ കണ്ടന്റ്. ഓക്കെ,
മെയിൻലി ഫ്ലൂയിഡിറ്റി ഓഫ് ബ്ലഡ് ഡിസോൾവ്സ് ദി കമ്പോണൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. അതായത് ബ്ലഡിനൊരു ഫ്ലൂയിഡ് നേച്ചർ കൊടുക്കുന്ന ആരാ? പ്ലാസ്മയാണ്, ഫ്ലൂയിഡ് കമ്പോണന്റ് ആണല്ലോ. ഇനി ഡിസോൾവ് കമ്പോണൻസ് ഫോർ ട്രാൻസ്പോർട്ട്, കമ്പോണൻസിനെ ഡിസോൾവ് ചെയ്യുന്നു. ആൻഡ് റെഗുലേറ്റ് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ബ്ലഡിലെ പ്ലാസ്മയാണ്. ഓക്കെ, ദെൻ പ്ലാസ്മ പ്രോട്ടീൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് 7 to 8% പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. ഏതൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീൻസ്? ആൽബുമിൻസ്, ഗ്ലോബുലിൻസ് ആൻഡ് ഫൈബ്രിനോജൻ. ഓക്കെ, മെയിൻലി ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അതുകൂടാതെ ലിപ്പോ പ്രോട്ടീൻസും അതർ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസും ബ്ലഡിലെ പ്ലാസ്മയിൽ പ്രസന്റ് ആണ്. ഓക്കെ, ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ അയോൺസ് ഏതൊക്കെയുണ്ട്? സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഫോസ്ഫേറ്റ് ആൻഡ് മാഗ്നീഷ്യം, ഫെറസ്, ഇതൊക്കെ എവിടെയുണ്ട്? അയൺ ഒക്കെ എവിടെയുണ്ട്? നമ്മുടെ പ്ലാസ്മയിലുണ്ട്. ദെൻ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, വൈറ്റമിൻസ്. ദെൻ ഹോർമോൺസ് എവിടേക്കാണ്? ശരിക്കും ബ്ലഡ് പ്ലാസ്മയിലാണ്, അല്ലെങ്കിൽ ബ്ലഡിലോട്ടാണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ് ഹോർമോൺസിന് സെക്രേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ ഡക്ട്ലെസ് ഗ്ലാൻസ് ആണ്. ഇവർക്ക് പ്രത്യേകിച്ച് ഹോർമോൺസിന് എടുത്തു വെക്കാൻ ഡക്റ്റ് ഒന്നുമില്ല. സോ ഡക്ട്ലെസ് ആയതുകൊണ്ട് ഇവരുടെ സെക്രീഷൻ ഡയറക്ട്ലി ഇൻ ടു ബ്ലഡ് സ്ട്രീം ആണ് വരുന്നത്. അപ്പോൾ മെയിൻലി പ്ലാസ്മയിലും എന്തുണ്ടാവും? ഹോർമോൺസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഗ്യാസസ് ലൈക്ക് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എവിടെ ഉണ്ടാവും? പ്ലാസ്മയിൽ ഡിസോൾവ്ഡ് സ്റ്റേറ്റിൽ കാണാൻ പറ്റും. ഇനി വേസ്റ്റ് പ്രൊഡക്ട്സ് ആയിട്ടുള്ള മെറ്റബോളിക് വേസ്റ്റ്, യൂറിയ, ക്രിയാറ്റിൻ എല്ലാം പ്ലാസ്മയിലും ഉണ്ടാവും. ബ്ലഡിലുള്ളതുപോലെ തന്നെ പ്ലാസ്മയിലും ഇവരുണ്ടാവും. ഓക്കെ, ബ്ലഡിലുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ പ്ലാസ്മയിൽ പ്രസന്റ് ആണ് എന്നാണ് കൂടുതൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസ് പേരെന്തായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചു, ഹെമറ്റോപോയസിസ് അല്ലെങ്കിൽ ഹീമോപോയസിസ്. ഓക്കെ, സ്പെല്ലിംഗ് HAE വരും, HE വരും കേട്ടോ. അപ്പോൾ ഹീമോപോയസിസ് ആൻഡ് ഹെമറ്റോപോയസിസ് അല്ലെങ്കിൽ ഹെമറ്റോജെനസിസ്, ബ്ലഡ് സെൽ, ജെനസിസ്, ഫോർമേഷൻ. സോ ഹീം ബ്ലഡ്, സോ ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻ, ഹെമറ്റോജെനസിസ്. ഓക്കെ, on average 200 billion red cells, 10 billion white blood cells, 400 billion platelets ഒരു ദിവസം ഒരു നോർമൽ ഹ്യൂമൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഓൾ ഓഫ് ദി ബ്ലഡ് സെൽസ് ആർ ഫോംഡ് ഫ്രം മൾട്ടിപൊട്ടൻറ്റ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ, HSC എന്ന് പറയും. അതായത് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ നമ്മൾ ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെല്ലിൽ നമ്മൾ ആ ഒരു ഡയഗ്രത്തിൽ നോക്കിയതാണ്. HSCs ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് സെൽസ്, potential to differentiate and mature into different blood cells and lymphocytes. Different blood cells ആയിട്ടും മാറും, lymphocytes മാറും. Okay, the process of formation of blood cells inside the bone marrow is called medullary hematopoiesis, and the process of formation of blood cells outside the bone marrow is called extramedullary hematopoiesis. അപ്പോൾ ബോൺ മാരോയുടെ ഉള്ളിൽ നിന്ന് ഫോം ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ മെഡുല്ലറി ഹെമറ്റോപോയസിസ് എന്ന് പറയും. ബോൺ മാരോയുടെ ഔട്ട്സൈഡ് ആണ് ബ്ലഡ് സെൽ ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സ്ട്രാ മെഡുല്ലറി ഹെമറ്റോപോയസിസ് എന്നാണ് പറയാറുള്ളത്. ഇനി മേജർ ആയിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീൻസ്, അവരുടെ പ്രത്യേകതകളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കോംപ്ലക്സ് പ്രോട്ടീൻസ് ആണ് പൊതുവെ പ്ലാസ്മ പ്രോട്ടീൻസ്. മോസ്റ്റ്ലി പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ. പ്ലാസ്മ പ്രോട്ടീൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദേ ആർ റിലീസ്ഡ് ഇൻ ടു ബ്ലഡ് പ്ലാസ്മ അല്ലെ. ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ ആണ് പ്രൈമറി ക്ലാസ്സസിൽ വരുന്നത്. ഓക്കെ, സോ മെയിൻലി എന്താണ് ഇവരുടെ ഫംഗ്ഷൻ? പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ബ്ലഡ് ഓസ്മോട്ടിക് പ്രഷർ മെയിൻ്റനൻസ്. ആദ്യത്തെ ഫംഗ്ഷൻ ആണ് ബ്ലഡ് ഓസ്മോട്ടിക് പ്രഷർ മെയിൻ്റനൻസ്. ആരാണ് ചെയ്യുന്നത്? ബ്ലഡ് പ്രഷർ മെയിൻ്റനൻസ് ബൈ ആൽബുമിൻ. പ്രൈമറി പ്രോട്ടീൻ ആണ് ബ്ലഡ് ഓസ്മോട്ടിക് പ്രഷർ മെയിൻ്റനൻസ്. ദിസ് പ്രഷർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ബോഡീസ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വാട്ടർ ബാലൻസ്. വാട്ടർ ബാലൻസും ഇലക്ട്രോലൈറ്റിന്റെ ബാലൻസും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ശരിക്കും ബ്ലഡ് പ്രഷർ ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ മെയിൻ്റനൻസ് ഓഫ് ബോഡീസ് ജനറൽ ഹെൽത്ത് ഡിപ്പെൻഡ്സ് ഓൺ പ്ലാസ്മ പ്രോട്ടീൻസ് അല്ലെ. ജനറൽ ഹെൽത്ത് പ്ലാസ്മ പ്രോട്ടീന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ ലിവർ സെക്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ലിവറിന്റെ ഹെൽത്തും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ ദേ അസിസ്റ്റ് ഇൻ കൺട്രോളിംഗ് ദ ബോഡീസ് വാട്ടർ ബാലൻസ്, മൂവിംഗ് ക്രൂഷ്യൽ കെമിക്കൽസ് ആൻഡ് ഗാർഡിംഗ് ദ ബോഡി അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻസ്. ഓക്കെ, ഇതൊക്കെയാണ് മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ് ആൽബുമിൻ മെയിൻറ്റെയിൻസ് ദി ഓസ്മോട്ടിക് ബ്ലഡ് പ്രഷർ നമ്മൾ പറഞ്ഞു, ഓസ്മോട്ടിക് പ്രഷർ പറഞ്ഞു, വിച്ച് ഹെൽപ്സ് ടു അവോയ്ഡ് ബിൽഡപ്പ് ഓഫ് എക്സ്ട്രാ ഫ്ലൂയിഡ് ഇൻ ദി ടിഷ്യൂസ്. എക്സ്ട്രാ ഫ്ലൂയിഡ് ടിഷ്യൂസിൽ ബിൽഡപ്പ് ചെയ്യാതെ ആ ഒരു ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? ആൽബുമിൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഗ്ലോബുലിൻസ് ആൻഡ് ആൽബുമിൻ. ആൽബുമിൻ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ദെൻ ഗ്ലോബുലിൻസ് മെയിൻലി വിച്ച് ഓൾസോ എയ്ഡ് ദി മൂവ്മെന്റ് ഓഫ് എൻസൈംസ് ആൻഡ് അതർ മോളിക്യൂൾസ്. മെയിൻലി ഗ്ലോബുലിൻസിന്റെ ഫംഗ്ഷൻ ഇവിടെ പറയുന്നുണ്ട്. മൂന്നാമത് പറയുന്നുണ്ട് ഇമ്മ്യൂണിറ്റി. കണ്ടോ, സം ഗ്ലോബുലിൻസ് ഇൻക്ലൂഡിങ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. നമ്മൾ നേരത്തെ ആന്റിബോഡി IgA
IgG, IgE പോലെയുള്ള ആന്റിബോഡീസിന്റെ കാര്യം പറയുമ്പോൾ ഇതിന്റെ ഫുൾ ഫോം എന്താണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ എ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി. അപ്പം എന്താണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്? എന്തിനു വേണ്ടിയാണ്? ഇമ്മ്യൂണിറ്റി, ഫോർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ആൻഡ് എയ്ഡ് ഇൻ ഡിഫെൻഡിങ് ബോഡി എഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻസ്. ഓക്കെ, ദെൻ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ബ്ലഡ് ക്ലോട്ട് ഫോർമേഷൻ നമ്മളത് പറഞ്ഞതാണ്. ഏതാണ്? ഫൈബ്രിനോജൻ. ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ ആണ്. ഓക്കെ, ഇൻ ഓർഡർ ടു സ്റ്റോപ്പ് എക്സസീവ് ബ്ലീഡിംഗ് ആഫ്റ്റർ ഇഞ്ചുറി ദേ ഓൾസോ എസെൻഷ്യൽ ഫോർ ദി ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇന്നെടുത്ത് നമ്മൾ ബ്ലഡ് സെല്ലാണ് പഠിച്ചത്. ദെൻ പ്ലാസ്മ, ബ്ലഡിലെ കമ്പോണൻസ്, അതിൻ്റെ കോമ്പസിഷൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കിയിരുന്നു. ഇന്നെടുത്ത ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സയൻറ്റിഫിക് ഓഫീസർ ഫോർ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിൽ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ദെൻ ട്രെയിനിങ് അപ് ടു എക്സാം വരെയുള്ള നല്ല ഇൻറ്റൻസീവ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള മെൻറ്റർ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നതാണ്. സോ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.